ഡോക്ടർ പറഞ്ഞല്ലോ ഈ ഒരു പ്രമേഹം എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണെന്ന്. പലപ്പോഴും ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി അത്ര കണ്ട് ആരോഗ്യപ്രദമാണെന്ന് പറയാനാവില്ല. നമ്മുടെ ജോലി അല്ലെങ്കിൽ അത് തുടർന്നിട്ടുള്ള നമുക്ക് ലഭിക്കുന്ന ഭക്ഷണങ്ങൾ, ഭക്ഷണക്രമങ്ങൾ ഇതെല്ലാം തന്നെ നമുക്കൊരു നല്ല ആരോഗ്യപ്രദമായ ഒരു ജീവിതശൈലിയാണെന്ന് പറയുവാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രമേഹത്തെ എത്ര കണ്ടാണ് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും ശീലങ്ങളെ മാറ്റിക്കളഞ്ഞാൽ തന്നെ അവിടെ രോഗത്തെ നിയന്ത്രിക്കാനാകും. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആഹാരത്തിൽ ഫാസ്റ്റ് ഫുഡ് കൂടുതലായിട്ടും കഴിക്കുക, അതായത് എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ ബേക്കറി ഫുഡുകൾ, അല്ലെങ്കിൽ ടിൻഡ് ബോട്ടിൽഡ് കിട്ടുന്ന നമ്മളുടെ ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ് പോലുള്ളത്, അങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ അമിതമായിട്ട് കഴിക്കുമ്പം അത് ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷനിലേക്ക് നയിക്കുകയും ഗ്രാജുവലി അത് പ്രമേഹമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലായ്മ വലിയൊരു കാരണമാണ്. അപ്പം വ്യായാമക്കുറവ് എന്ന് പറയുമ്പം നമ്മൾ എത്ര ആഹാരം കഴിക്കുന്നു അതിനനുസൃതമായിട്ട് വ്യായാമം ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ശരീരത്തിൽ യൂട്ടിലൈസ്ഡ് ആയിട്ട് വരുന്നത്. അതായത് നമ്മളുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ വൈറ്റമിൻസും മിനറൽസും എല്ലാം വേണ്ടത്ര രീതിയിൽ ആഗിരണം ചെയ്യണമെങ്കിൽ അവിടെ എക്സസൈസ് വേണം. അപ്പോൾ ആ എക്സസൈസ് വേണ്ട രീതിയിൽ കിട്ടാത്തത് കൊണ്ടാണ് ശരീരത്തിൽ ഈ പറഞ്ഞ മെറ്റബോളിസത്തിൻ്റെ എററുകൾ ഉണ്ടാകുന്നത്. അതായത് ഡയബറ്റീസ് ആയിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റ് പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ആൽക്കഹോളിൻ്റെ യൂസ്, സ്മോക്കിങ്, അതുപോലെ തന്നെ സ്ട്രെസ് അധികമായിട്ട് ജോബ് റിലേറ്റഡ് ആയുള്ള സ്ട്രെസ് ആകാം, ഉറക്കമില്ലായ്മയാകാം, ഇതെല്ലാം തന്നെ പ്രമേഹത്തിന് കാരണം ആവുന്നതാണ്. അപ്പോൾ ഇതിനെയെല്ലാം ഒരു ആഹാരമോ ഒരു ഫുഡ് കൺട്രോൾ ചെയ്ത് ഒരു എക്സസൈസിൽ കൊണ്ടുവന്ന് കൺട്രോൾഡാക്കി അതിനുശേഷം നല്ല രീതിയിൽ ഉറക്കവും കൂടെ കിട്ടി സ്ട്രെസ്സിനെ കൂടി കുറയ്ക്കുന്ന രീതിയിലുള്ള ചികിത്സ ചെയ്താൽ മാത്രമേ ഇത് ഫലപ്രദമാവുകയുള്ളൂ.